LGS റിവിഷൻ കോഴ്സിനകത്ത് നമ്മൾ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സംഖ്യാശ്രേണികളെന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. 81 ആദ്യത്തെ ചോദ്യം 81, 69, 58, 48, 39. ഇതിൽ 81ഉം 69ഉം കൂടിയുള്ള വ്യത്യാസം, ആദ്യത്തെ രണ്ടെണ്ണം തമ്മിലുള്ള വ്യത്യാസം -12. 69ഉം 58ഉം കൂടി 11 കുറച്ച്, 58ൽ നിന്ന് 48ലോട്ട് 10 കുറച്ച്, 48ൽ നിന്ന് 39ലോട്ട് 9 കുറച്ച്. ഇനി കുറയ്ക്കേണ്ടത് 8 ആയിരിക്കും. 39ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ നമുക്ക് 31 കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ റിലേഷൻ കണ്ടുപിടിക്കാൻ നോക്കുക. അടുത്തത് 17, 31, 49 ഡാഷ് 97, 127. 17ഉം 14ഉമാണ് 31, 31ഉം 18ഉമാണ് 49. 49 അപ്പോൾ 14, 18, അടുത്ത 22 കൂട്ടുക. അതായത് 4 വെച്ചാണ് കൂടിപ്പോണത് വ്യത്യാസം. അപ്പോൾ 49ൻ്റെ കൂടി 21 കൂട്ടുമ്പോഴത്തേക്ക് 22 കൂട്ടുമ്പോൾ 71 വരും. അടുത്ത ചോദ്യം 5, 15, 30, 50. 5ഉം 15ഉം കൂടിയുള്ള വ്യത്യാസം 10ആണ്. 15ഉം 30ഉം കൂടി 15, 30ഉം 50ഉം കൂടി 20. ഇനി 50, 25ഉം കൂടി കൂട്ടുമ്പോൾ അത് 25 വരും, 75 വരും. അടുത്തത് 61, 52, 63, 94, 46. ഓക്കെ, അതായത് ഇത് 4, 5, 6, 7, 8, 9 ഇതിൻ്റെ വർഗ്ഗങ്ങളെ തിരിച്ചെഴുതിയിരിക്കുകയാണ്. 4ൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ 4ൻ്റെ സ്ക്വയർ 16ആണ്. 16ന് പകരമാണ് ഇവർ 61 തിരിച്ചെഴുതി വെച്ചേക്കുന്നത്. 16നെ തിരിച്ച് 61 എഴുതിയേക്കുകയാണ്. അതേപോലെ 5ൻ്റെ സ്ക്വയറിനെ തിരിച്ച് 25നെ തിരിച്ച് 52 എഴുതി. 6ൻ്റെ സ്ക്വയറായ 36നെ തിരിച്ച് 63. അടുത്തത് 7ൻ്റെ സ്ക്വയർ 49 തിരിച്ച് 94. 8ൻ്റെ സ്ക്വയർ 64 തിരിച്ച് 46. 9ൻ്റെ സ്ക്വയർ 81 തിരിച്ചെഴുതുമ്പോൾ 18. അടുത്തത് 20, 19, 17 ഡാഷ് 10, 5. 20, 19 1 കുറഞ്ഞു, 19 കഴിഞ്ഞ് 2 കുറഞ്ഞ് 17 ആയി. ഇനി 3 കുറയും, 14 ആവും. ഓക്കെ, 2, 3, 8, 63 ഡാഷ് 2, 3, 8, 63 ഡാഷ്. നമുക്ക് നോക്കാതെ എങ്ങനെയാണെന്നുള്ളത്. അടുത്ത 10th പ്രിലിംസിന് ചോദിച്ച ചോദ്യങ്ങളാണ്. 360, 120, 30, 6 ഡാഷ്. 360നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 120, 120നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 30, 30നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 6, 5 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യും, 1 കിട്ടും. സംഖ്യാശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കുക. 2, 3, 5, 7, 11. അടുത്തത് 2 കഴിഞ്ഞ് 1 കൂട്ടുമ്പോൾ 3, 3ൻ്റെ 2 കൂട്ടുമ്പോൾ 5, 5ൻ്റെ 2 കൂട്ടുമ്പോൾ 7, പിന്നെ 4 കൂട്ടുമ്പോൾ 11. അങ്ങനെയാണോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെയല്ല വരുന്നത്. അഭാജ്യ സംഖ്യകളുടെ ശ്രേണിയാണ് 2, 3, 5, 7, 11. അടുത്ത അഭാജ്യ സംഖ്യ 13ആണ്. ശ്രേണിയിൽ അടുത്ത പദം കണ്ടെത്തുക. MHC, OKG, QNK, SQO അടുത്ത ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ്? MO എന്ന് പറയുമ്പോഴത്തേക്ക് +2ആണ്. ഓയുടെ കൂടെ 2 കൂട്ടിയിട്ട് അടുത്തതിൻ്റെ തുടക്കത്തിലെ ലെറ്റർ ഫസ്റ്റ് ലെറ്റേഴ്സ് ഉണ്ടാവും. M കഴിഞ്ഞ് 2 കൂട്ടുമ്പോൾ O വരും, ഓൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ Q വരും, Qൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ QRS. ഇനി TU എന്ന് വരും. അതേപോലെ സെക്കൻഡ് ലെറ്ററിൻ്റെ കൂടെ H കഴിഞ്ഞ് IJK 3 കൂട്ടുമ്പോഴാണ് K വരുന്നത്. K കഴിഞ്ഞ് LMN 3 കൂട്ടുമ്പോഴാണ് N വരുന്നത്. OPQ 3 കൂട്ടുമ്പോൾ Q വരുന്നത്. ഇനി 3 കൂട്ടാം, RST, UT. അടുത്തത് CGKO. C കഴിഞ്ഞ് DEFG 4 കൂട്ടണം. അത് കഴിഞ്ഞിട്ട് ജിയുടെ കൂടെ 4 കൂട്ടുമ്പോൾ K വരും, കെയുടെ കൂടെ 4 കൂട്ടുമ്പോൾ O വരും, ഓയുടെ കൂടെ 4 കൂട്ടുമ്പോൾ PQRS UTS എന്ന് വരും. അടുത്ത സംഖ്യ കണ്ടുപിടിക്കണം. 12, 6, 24, 12, 48, 24. ഓക്കെ,
ചാടി ഇരട്ടി കണ്ടോ, ചാടി ഇരട്ടി വരുവാണ്. 12, 24, 48. ഇനിയും ചാടി ഇരട്ടി വരും, 96 വരും. ഓക്കെ, 6ൻ്റെ ഇരട്ടി 12, 12ൻ്റെ ഇരട്ടി 24. ഓക്കെ, 5, 8, 17, 44 എന്ന ശ്രേണിയുടെ അടുത്ത പദം 5, 8, 17, 44. അത് +3, +9, +27, +81. അതായത് 3ൻ്റെ സ്ക്വയർ, ക്യൂബ്, റേസ്റ്റ് 4 ഇതെല്ലാം കൂടി പോവാണ്. ആദ്യം 5ൻ്റെ കൂടെ 3 കൂട്ടും, പിന്നെ 8ൻ്റെ കൂടെ 3 സ്ക്വയർ കൂട്ടും. ഓക്കെ, അടുത്തത് അപ്പോൾ എന്ത് കിട്ടും? 8 + 9 17. 17ൻ്റെ കൂടെ 3 ക്യൂബ്, 3ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 കൂട്ടും, 44. അടുത്തത് 44ൻ്റെ കൂടെ 3 × 4 കൂട്ടും, 81. 81 44 കൂട്ടുമ്പോൾ 125. 2, 6, 12, 20 -42. 2ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 6, 6ൻ്റെ കൂടെ 8 കൂട്ടുമ്പോൾ 6ൻ്റെ കൂടെ 6 കൂട്ടുമ്പോഴത്തേക്ക് 12. അപ്പം 4, 6ൻ്റെ കൂടെ 6 കൂട്ടി, 12ൻ്റെ കൂടെ 8 കൂട്ടി, ഇനി അടുത്ത 20ൻ്റെ കൂടെ 10 കൂട്ടണം. എത്ര വരും? 30 വരും. ഇനി ഗണിത ചിഹ്നങ്ങൾ വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. പ്ലസിനെ ഇൻറ്റു എന്നും മൈനസിനെ ഡിവൈഡ് എന്നും ഇൻറ്റുവിനെ മൈനസ് എന്നും ഡിവൈഡിനെ പ്ലസ് എന്നും പറഞ്ഞാൽ 9 + 8 ഡിവൈഡഡ് ബൈ 8 - 4 × 9. അതായത് പ്ലസിനെ ഇൻറ്റു ആക്കണം അല്ലേ? പ്ലസിനെ ഇൻറ്റു ആക്കുമ്പോഴത്തേക്ക് നമ്മൾ പ്ലസിനെ ഇൻറ്റു ആക്കി എഴുതിയാണ് ഈ കാണുന്നത്. പ്ലസിനെ ഇൻറ്റു ആക്കി, ഡിവൈഡിനെ പ്ലസ് ആക്കി, ഡിവൈഡിനെ പ്ലസ് ആക്കി, ഡിവൈഡിനെ പ്ലസ് കണ്ടോ, ഡിവൈഡിനെ പ്ലസ്. ആദ്യം പറയുന്നത് വെച്ച് മാറ്റണം കേട്ടോ, ആദ്യം പറയുന്നത് വെച്ച് മാറ്റണം. അത് നോക്കി, മൈനസിനെ ഡിവൈഡ്, അപ്പോൾ മൈനസിനെ മാറ്റിയിട്ട് ഡിവൈഡ് ആക്കി. അടുത്തത് ഇൻറ്റുവിനെ എന്താക്കി? ഇൻറ്റുവിനെ മൈനസ് ആക്കി. അപ്പോൾ ഇൻറ്റു മാറ്റിയിട്ട് നമ്മളിവിടെ മൈനസ് ആക്കി. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും നമുക്ക്? 9 × 8 + 8 ഡിവൈഡ് ബൈ 4 -9. അത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് 9 × 8 72 വരും. പിന്നെ +8 ഡിവൈഡ് ബൈ 4 ഡിവിഷൻ ചെയ്യണം, 2. പിന്നെ അതിനുശേഷം 9 വെച്ച് മൈനസ് ചെയ്യാവുള്ളൂ. 72 + 2 74 - 9 65 വരും. ഇതേപോലുള്ള കണക്കിലാണ് താഴെ വരുന്നത്. നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കുന്ന കണക്കിലാണത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് പ്ലസ് എന്നാൽ ഡിവൈഡ്. അത് ചെയ്യുമ്പോഴത്തേക്ക് 9 + 3 ഡിവൈഡ് ബൈ 4 -8 × 2 എന്നുള്ളത് ആ തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് ഇങ്ങനെയായിട്ട് മാറും. 9 ഡിവൈഡ് ബൈ 3 × 4. കണ്ടീഷൻ നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. പ്ലസ് എന്താകുമെന്ന് നോക്കുക, പ്ലസ് ഡിവൈഡാണ്, പ്ലസിന് പകരം ഡിവൈഡ് ഇടുക. അങ്ങനെ ഇങ്ങനെ അത് മാറുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഡിവിഷൻ ആദ്യം ചെയ്യുക. 9 ഡിവൈഡ് ബൈ 3 വരും. പിന്നെ 3 × 4 അവിടെ എഴുതിയിട്ടേക്കുക. എന്നിട്ട് അതാദ്യം ചെയ്യണം. കാര്യം ബോർഡ് മാസിൽ നമുക്ക് ആദ്യം ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ പിന്നെ ഓഫ് ഇല്ലെങ്കിൽ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്ട്രാക്ഷനും ഈ ഓർഡറിൽ ചെയ്യാവുള്ളൂ. 3 × 4 12, 12 + 8 20, 20 - 2 18. ആ ഒരു ഓർഡറിലുള്ള ക്വസ്റ്റ്യൻസാണ് അതെല്ലാം കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അടുത്ത് നമുക്ക് വേണ്ടത് കുറച്ചുകൂടി നല്ലൊരു ബോർഡ് മാസാണ്. 5 ഡിവൈഡ് ബൈ 4 = 20. 8 + 2 = 4. 6 × 3 = 9. അങ്ങനെ തെറ്റിച്ചവരെ എഴുതിയിരിക്കുകയാണ്. എങ്കിൽ 25 × 5 + 1 ഡിവൈഡ് ബൈ 3ൻ്റെ വില. അപ്പം ഇൻറ്റു എന്താണ്? 6 × 3 ആണ് 9 എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇൻറ്റു ശരിക്കും മൈനസാണ്. അപ്പോൾ ഇൻറ്റുവിന് പകരം നമ്മൾ നോക്കി 6 × 3 ആണ് 9. അതായത് ഇവിടെ തെറ്റിച്ചാണ് കൊടുത്തേക്കുന്നത്. 6 മൈനസാണ്. അപ്പോൾ ഇൻറ്റുവിന് പകരം നമ്മൾ മൈനസ് ഇടണം. പിന്നെ 8 + 2 4. അത് ശരിക്കും പറഞ്ഞാൽ പ്ലസ് ശരിക്കും ഡിവൈഡാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ പ്ലസിൻ്റെ സ്ഥാനത്ത് ഡിവൈഡ് ഇടുക. ഓക്കെ, പ്ലസിൻ്റെ സ്ഥാനത്ത് ഡിവൈഡ് ഇടുക. എന്നിട്ട് അടുത്ത എന്താണ്? 5 ഡിവൈഡ് ബൈ 4 = 20. ശരിക്കും 5 × 4 അല്ലേ 20. അപ്പോൾ ഇൻറ്റു എന്നാണ് അവർ തെറ്റിച്ചെഴുതിയേക്കുക. അപ്പോൾ ഇവിടെ ഇൻറ്റു ഇടുക. ഇനി നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കിയാൽ മതി. ചെയ്യുമ്പോഴത്തേക്ക് 25 × 5 + 1. 25 × 5 + 1 ഡിവൈഡ് ബൈ 3. 25 എന്താണ്? +5 ഡിവൈഡ് ബൈ 1 × 3. അത് മാറി വരും. നിങ്ങൾ പേപ്പറിൽ എഴുതി നോക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് 30 ഡിവൈഡ് ബൈ 1 × 3 90 വരും. അടുത്തത് ഉചിതമായ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുക. 8-7 -6 = 62. ഇത് ഓപ്ഷൻസ് എല്ലാം ഇട്ട് നോക്കി ചെയ്താൽ മതി കേട്ടോ. ഓപ്ഷൻസ് ഇട്ട് നോക്കുമ്പോഴത്തേക്ക്
ഇൻറ്റുവും പ്ലസ്സും ഇട്ട് കൊടുക്കുമ്പോൾ മാത്രമാണ് ഇത് കറക്റ്റായിട്ട് വരുന്നത്. 8 × 7 56, 56 + 6 62. അപ്പോൾ പ്ലസ് ഇൻറ്റുവും പ്ലസ്സുമാണ് ആൻസർ. അടുത്ത ശരിയായ ചിഹ്നങ്ങൾ തിരഞ്ഞെടുക്കുക. അതേപോലത്തെ കണക്ക് തന്നെ കേട്ടോ. 42 ÷ 7 പിന്നെ ഇൻറ്റു 6. 42 ÷ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വരും. 6 × 6 36 അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ അതാണ് ശരി. അപ്പോൾ ഡിവൈഡും ഇൻറ്റുവും വരുന്ന സെക്ഷൻ ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? 24ൻ്റെ കൂട്ടത്തിൽ എന്തിട്ട് നോക്കിയാൽ ഓരോന്നിട്ട് കൊടുക്കുക. 24 പ്ലസ് ഇട്ട് കൊടുക്കുക, മൈനസ് ഇട്ട് കൊടുക്കുക, ഇൻറ്റു ഇട്ട് കൊടുക്കുക, ഡിവൈഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബോർഡ് മാസ് ചെയ്ത് നോക്കുക. 24 + 6 ആണെങ്കിൽ 24 + 6 30, 30 + 12 42, 42 5 പോയി 11 വരത്തില്ല, പ്ലസ് അല്ല. മൈനസ് ഇട്ട് കൊടുത്താൽ 24 - 6 പ്ലസ് 12 - 5 11 വരത്തില്ല. ഇൻറ്റു ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വരത്തില്ല. ഡിവൈഡ് ഇട്ട് കൊടുക്കുമ്പോൾ വരും. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഡിവൈഡ് കൊടുക്കുമ്പോൾ 24 ÷ 6 പ്ലസ് 12 - 5 11. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കണം. പേപ്പർ എടുത്ത് ചെയ്യുക, കുഴപ്പമില്ല. അപ്പം അടുത്തത് എ എന്നാൽ മൈനസ്, ബി എന്നാൽ പ്ലസ്, സി എന്നാൽ ഡിവൈഡ്, ഡി എന്നാൽ ഇൻറ്റു. അങ്ങനെയാണെങ്കിൽ 20 C5 A3 B4 D2 എത്രയാണ്? അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എക്ക് പകരം നിങ്ങൾ മൈനസ് ഇട്ട് കൊടുക്കുക, ബിക്ക് പകരം പ്ലസ് ഇട്ട് കൊടുക്കുക, സിക്ക് പകരം ഡിവൈഡ് ഇട്ട് കൊടുക്കുക, ഡി എന്നാൽ ഇൻറ്റു ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് അത് ഇങ്ങനെ കൺവേർട്ട് ആവും. സിക്ക് പകരം ഡിവൈഡ് ഇട്ടു, എക്ക് പകരം മൈനസ് ഇട്ടു, ബിക്ക് പകരം പ്ലസ് ഇട്ടു, ഡിക്ക് പകരം ഇൻറ്റു ഇട്ടു. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് 20 ÷ 5 4, 4 × 2 8. ബോർഡ് മാസിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അപ്പോൾ 5 + 8 13 - 4 + 8 12 - 3 9 വരും. ഇതേപോലെ തന്നെയുള്ള കണക്കാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ അത് 18 C 14 A 6 B 16 D4. അതായത് എ എന്ന് പറഞ്ഞാൽ അധികമാണ്. എ എന്താണ്? അധികം. ബി ന്യൂനം, സി ഗുണനം, ഡി ഹരണം. അപ്പോൾ നമുക്ക് ഡി ഹരണമാണല്ലേ. ഡി ഹരണം, ഡിക്ക് പകരം ഹരണം കിട്ടും. ബി എന്താണ്? ബി ന്യൂനമാണ്, ബിക്ക് പകരം ന്യൂനം കിട്ടും. അതേപോലെ എ എന്താണ്? എ എന്ന് പറഞ്ഞാൽ അധികമാണ്, അപ്പോൾ എക്ക് പകരം അധികം കിട്ടും. പിന്നെ സി എന്താണ്? സി എന്ന് പറഞ്ഞാൽ ഗുണനമാണ്, സിക്ക് പകരം ഗുണനം കിട്ടും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആൻസർ 254 എന്ന് കിട്ടും. പ്ലസ് എന്നാൽ ഡിവൈഡും ഇൻറ്റു എന്നാൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ആ ഉത്തരത്തിലോട്ട് വരും കേട്ടോ. ബോർഡ് മാസ് അറിയെങ്കിൽ നിങ്ങൾക്കത് ഉത്തരത്തിലോട്ട് വരും. അതുകൊണ്ടാണ്. അപ്പോൾ 15 + 3 - 8 + 4 ഡിവൈഡ് ബൈ 2ൻ്റെ വില. അത് പ്ലസ് എന്തായിട്ട് മാറ്റണം? പ്ലസ് ഡിവൈഡ് ആക്കി മാറ്റണം. ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക് 5 കിട്ടും. അത് ചെയ്ത മെത്തേഡാണ്, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത്. അടുത്തത് പ്ലസ്സിന് വേറെ ഇൻറ്റു എന്ന് ഇടണം. മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ഇടണം. അങ്ങനെയാണെങ്കിൽ 14 + 3 - 4, 14ൻ്റെ കൂടെ +3. പ്ലസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്. പിന്നെ മൈനസിന് പകരം പ്ലസ് ആണ്. അങ്ങനെയാണെങ്കിൽ 14 × 3 42 + 4 46 എന്ന് വരും. ശരിയായി ഗണിത സമവാക്യങ്ങൾ എഴുതി പൂരിപ്പിക്കുക. 6 × 6 ഉണ്ടോ? 6ൻ്റെ ഇടയിൽ 6 × 6 ബ്രാക്കറ്റിൽ 36 -6 = 30. ഇൻറ്റുവും മൈനസും വരും. സിമ്പിൾ. ഡിവൈഡ് എന്നത് മൈനസിനെയും സ്റ്റാർ ആസ്റ്ററിസ്ക് എന്നത് ഡിവൈഡിനെയും അറ്റ് ദ റേറ്റ് എന്നത് ഇൻറ്റുവിനെയും ഹാഷ് എന്നത് പ്ലസിനെയും സൂചിപ്പിച്ചാൽ 8@7 %36 ആസ്റ്ററിസ്ക് 3 #5ൻ്റെ വില. ഓക്കെ, അതിൻ്റെ വില എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്താൽ മതി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. അറ്റെന്ന് പറയുമ്പോഴത്തേക്ക് അറ്റിന് വേറെ ഇൻറ്റു ഇട്ട് കൊടുക്കുക. അറ്റിന് വേറെ ഇവിടെ ഇൻറ്റു ഇട്ടു. പിന്നെ ഈ പെർസെൻറ്റേജിൻ്റെ ഇനത്തിന് പകരം മൈനസ് ഇട്ട് കൊടുക്കുക. ആസ്റ്ററിസ്കിന് പകരം ഇതിനെ പറയുന്ന പേര് കേട്ടോ. ആസ്റ്ററിസ്കിന് പകരം ഡിവൈഡ് ഇട്ട് കൊടുത്തു. ഹാഷ്ടാഗിന് പകരം പ്ലസ് ഇട്ട് കൊടുത്തു. ചെയ്യുമ്പോഴത്തേക്ക് 8 × 36 ഡിവൈഡ് ബൈ 3 ആദ്യം ചെയ്തു 12. 8 × 7 56 ചെയ്തു. പിന്നെ ബോർഡ് മാസ് പ്രകാരം അടുത്ത് വരുന്ന ഏതാണ്? അഡീഷൻ. അഡീഷൻ ചെയ്യണം. 56 + 5 61 - 12 മൈനസ് ആദ്യം അവസാനം ചെയ്തു 49 വരും. ഈ ബോർഡ് മാസ് എന്നുള്ള സംഭവം നിങ്ങൾ പഠിച്ചു വെച്ച് ഇതെല്ലാം ചെയ്യാം. ബോർഡ് മാസ്. ഓക്കെ, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. പ്ലസ് ഗുണനത്തെയും മൈനസ് ഹരണത്തെയും ഇൻറ്റു സങ്കലനത്തെയും
ഡിവൈഡ് വ്യവകലനത്തെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ 35 ഇൻറ്റു 20 പ്ലസ് 25 ഡിവൈഡ് ബൈ 15 മൈനസ് 5 എത്രയാണ്? പ്ലസ് ഗുണനത്തെ കാണിക്കുന്നു. ഈ പ്ലസ്സിന് പകരം എന്താവും? പ്ലസ്സിന് പകരം ഗുണനമാവും. പിന്നെ മൈനസ് ഹരണത്തെ കാണിക്കുന്നു. മൈനസിന് പകരം ഈ മൈനസ് ഹരണമായിട്ട് മാറും. ഓക്കെ. പിന്നെ ഇൻറ്റു സങ്കലനത്തെ കാണിക്കുന്നു. ഇൻറ്റുവിന് പകരം എന്താണ്? സങ്കലനം, പ്ലസ് ആയിട്ട് മാറും. ഡിവൈഡ് വ്യവകലനത്തെ കാണിക്കുന്നു. ഡിവൈഡിന് പകരം വ്യവകലനം, ഡിവൈഡ് മൈനസ് ആയിട്ട് മാറും. ഇങ്ങനെ അത് റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയായിട്ട് മാറും. 35 ഇൻറ്റു 20 പ്ലസ് 25 ഡിവൈഡ് ബൈ 15 മൈനസ് 5 ചെയ്യുമ്പോൾ 35 ഇൻറ്റു 20. ഓക്കെ. അപ്പോൾ അത് ചേഞ്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താവും? 35 പ്ലസ് 20 എന്നാവും 55. പിന്നെ പ്ലസ് 25 മൈനസ് 15 എന്നാവും. അപ്പോൾ 10 വരും. പിന്നെ മൈനസിന് പകരം ഡിവൈഡ് ആവും. ഡിവൈഡ് ബൈ 5 = 110. നിങ്ങൾ മെമ്മറൈസ് ചെയ്യണമെന്നില്ല. ആ ക്വസ്റ്റ്യൻ അങ്ങനെയാണ്, നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കലി കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ്സാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. മാനസിക പരിശോധനയുടെ ക്വസ്റ്റ്യനാണ്. മാനസിക പരിശോധനയല്ല, മാനസിക ശേഷി പരിശോധിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? മാനസിക ശേഷി പരിശോധിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കതിൻ്റെ ചെയ്യുന്ന രീതിയാണ് ഇമ്പോർട്ടൻ്റ്. നമ്മളതിൻ്റെ മെത്തേഡ് കാണാൻ പഠിക്കുക എന്നുള്ളതല്ല. നോക്കിയേ, 32 ഇൻറ്റു 43 = 2, 3, 3, 4. ഇതൊക്കെ സിമ്പിളാണ്. 32 മാറ്റിയിട്ട് 23 ആക്കി, 43 തിരിച്ചെഴുതി 34 ആക്കി. അങ്ങനെയാണെങ്കിൽ 13 കൊണ്ട് 72, 13 തിരിച്ചെഴുതാം 31 ആവും. 72 തിരിച്ചെഴുതി 27, 31, 27. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി സ്ഥാനനിർണ്ണയ പരിശീലനം. ഒരു വരിയിൽ എ വലത്തു നിന്ന് 14-മതും ഇടത്തു നിന്ന് 8-മതുമാണ്. രണ്ടും കൂടി കൂട്ടുക, 1 കുറയ്ക്കുക. ഇങ്ങനെയാണ് കേട്ടോ ഈ കണക്ക് ചെയ്യുന്നത്. 21, 14 തൊട്ട് 22 കുറയ്ക്കുക. ഒരു ക്യൂവിൽ മീര, അതേ ക്വസ്റ്റ്യൻ തന്നെ. മുന്നിൽ നിന്ന് 7, പുറകിൽ നിന്ന് 9, 7, 9, 16, 1 കുറയ്ക്കുക 15. മിനിയുടെ റാങ്ക് പിന്നിൽ 50 കുട്ടികളുടെ ക്ലാസ്സിൽ മിനിയുടെ റാങ്ക് 21 ആണെങ്കിൽ പിറകിൽ നിന്നും മിനിയുടെ സ്ഥാനം എത്ര? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ 50 നിന്ന് 21 കുറയ്ക്കുക, കുറച്ചിട്ട് 1 കൂടി കുറയ്ക്കുക. തിരിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് 50 നിന്ന് 21 കുറച്ചിട്ട് 1 കൂടി കുറയ്ക്കുക. നമ്മൾ നേരത്തെ കൂട്ടുമല്ലോ ഇത്. 50 നിന്ന് 21 കുറയ്ക്കുമ്പോഴത്തേക്ക് 29, എന്നിട്ട് 1 കൂട്ടുക, 30 വരും. 50 കുട്ടികൾ പരസ്പരം കൈകോർത്ത് വരിയിൽ നിൽക്കുകയാണ്. ഇതിൽ എയുടെ സ്ഥാനം ഇടത്തു നിന്ന് 10, ഇടത്തു നിന്ന് 32, ബിയുടെ സ്ഥാനം വലത്തു നിന്ന് 10 ആണ്. എങ്കിൽ എയ്ക്കും ബിക്കും ഇടയിൽ എത്ര കുട്ടികളുണ്ട്? എയുടെ സ്ഥാനം ഇടത്തു നിന്ന് 32 ആയതുകൊണ്ട് വലത്തുനിന്ന് എയുടെ സ്ഥാനം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 50 മൈനസ് 32, 50 മൈനസ് 32 പ്ലസ് 1. നമ്മൾ നേരത്തെ ചെയ്ത് തന്നെ കുറച്ചിട്ട് 1 കൂട്ടി 19. ബിയുടെ സ്ഥാനം വലത്തു നിന്ന് 10 ആയതുകൊണ്ട് ആണ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലത്തു നിന്നുള്ള 10ഉം 19-നിടയിൽ 8 കുട്ടികൾ, 10നും 19നും ഇടയിൽ 8 കുട്ടികളുണ്ടാകും. ഓക്കെ. ബിയുടെ സ്ഥാനം ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മൾ എയുടെ സ്ഥാനം വലത്തു നിന്ന് കണ്ടുപിടിച്ചു. അതിൻ്റെ ഇടയിൽ 10ഉം 19 കിട്ടി. 19ഉം പിന്നെ ബിയുടെ സ്ഥാനമായിട്ടുള്ള 10ൻ്റെ ഇടയിൽ 8 കുട്ടികളുണ്ടാകും. 50 പേരുള്ള വരിയിൽ മനു മുന്നിൽ നിന്ന് 15-മതും റാണി പിന്നിൽ നിന്ന് 30-മതുമാണ്. മനു മുന്നിൽ നിന്ന് 15-മതും റാണി പിന്നിൽ നിന്ന് 30-മതുമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എത്ര പേരുണ്ട്? അപ്പോൾ 15 പേരായപ്പോഴത്തേക്ക് റാണിയായി, പുറകിൽ നിന്ന് 30 പേരായപ്പോഴത്തേക്ക് ആരായി? 15 പേരായപ്പോഴത്തേക്ക് മനുവായി, പുറകിൽ നിന്ന് 30 പേരായപ്പോഴത്തേക്ക് റാണിയായി. അപ്പോൾ ഇവരുടെ ഇടയിൽ എത്ര പേരുണ്ടാവും? 15, 30 കൂടി കൂട്ടുക. 15, 30 കൂടി കൂട്ടണ്ട. ഇതിൻ്റെ ഇടയിൽ ഇവർ ക്രോസ് ചെയ്ത് വരും. റാണിയുടെ സ്ഥാനം പിന്നിൽ നിന്ന് 30 റാണിയുടെ സ്ഥാനം മുന്നിൽ നിന്ന് എത്രയായിരിക്കും? മുന്നിൽ നിന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ 50 നിന്ന് 30 കുറച്ചിട്ട് 1 കൂട്ടുക, 21 വരും. റാണിയുടെ സ്ഥാനം മുന്നിൽ നിന്ന് 21. മനുവിൻ്റെ സ്ഥാനം മുന്നിൽ നിന്ന് 15. അപ്പോൾ ഇവരുടെ ഇടയിൽ 15ൻ്റെ 21, 15, 21. അപ്പോൾ ഇവരുടെ ഇടയിൽ എത്ര പേര് കാണും? ഇവരുടെ ഇടയിൽ 5 പേര് വരും. ഇതിൻ്റെ നടുക്കുള്ള ഏതാണ്? നടുക്കുള്ള സ്ഥാനം എന്താണ്? ശ്രീജ ഇവരുടെ മധ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. മധ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇടയിൽ 5 കുട്ടികളുണ്ട്. അതിൻ്റെ നടുക്കായിട്ടാണ് ആ ശ്രീജ വരുന്നത്. അപ്പോൾ മധ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ 3 കുട്ടികൾ, 5 കുട്ടികളുടെ മധ്യസ്ഥാനം. 15, 3, 18-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 20 കുട്ടികൾ നിരയായി കൈകോർത്ത് നിൽക്കുന്ന ഇതിൽ അരുൺ യഥാർത്ഥ സ്ഥാനത്ത് വലത്ത് ഭാഗത്തേക്ക് 2 സ്ഥാനം മാറുകയാണെങ്കിൽ വലത്ത് ഭാഗത്തുനിന്ന് 10-മതായി വരും. എങ്കിൽ ഇടത്ത് ഭാഗത്തുനിന്ന് അരുണിൻ്റെ യഥാർത്ഥ സ്ഥാനം എത്രയാണ്? 20 കുട്ടികൾ നിരനിരയായി കൈകോർത്ത് നിൽക്കുന്നു. ഇതിൽ അരുൺ എന്ത് ചെയ്ത്? യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് വലത്ത് ഭാഗത്തേക്ക് 2 സ്ഥാനം മാറി.
അങ്ങനെയാണെങ്കിൽ വലത്തു നിന്ന് 10ാമത് വരും. അപ്പോൾ യഥാർത്ഥത്തിൽ വലത്തു നിന്ന് എത്രാമതായിരുന്നു? 12 രണ്ട് സ്ഥാനം മാറിയതാണ്. വലത്തു നിന്ന് 12ാമതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇടത്തു നിന്ന് എത്രയായിരിക്കും? വലത്തു നിന്ന് 12ാമതാണെങ്കിൽ ഇടത്തോട്ട് എത്ര പേര് കൂടി കാണും? 12 ആണെങ്കിൽ 20 ആണെങ്കിൽ 13, 14, 15, 16, 17, 18, 19, 20 8 പേര് കൂടി ഇടത്തോട്ട് കാണും. അപ്പോൾ 9ാമതായിരിക്കും. ഓക്കെ, ഒന്ന് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. മധുവിന് സുമനേക്കാൾ പ്രായക്കൂടുതലുണ്ട്. മീനയ്ക്ക് ശോഭയേക്കാൾ പ്രായക്കുറവാണ്. റീനയ്ക്ക് മധുവിനേക്കാൾ പ്രായം കൂടുതൽ, മീനേക്കാൾ പ്രായം കുറവുമാണ്. എങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആർക്കാണ്? അതായത് മധുവിന് സുമനേക്കാൾ, നമുക്ക് റൈറ്റ് സൈഡിൽ പ്രായ കൂടുതലുള്ള ആൾക്കാരുടെ എഴുതാം കേട്ടോ. മധുവിന് സുമനേക്കാൾ പ്രായ കൂടുതലാണ്. മധുവിന് സുമനേക്കാൾ പ്രായ കൂടുതൽ, നമുക്ക് സുമന ഇവിടെ എഴുതാം. മീനയ്ക്ക് ശോഭയേക്കാൾ പ്രായക്കുറവാണ്. നമുക്ക് മീന, ശോഭ, മധു എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതാം. പിന്നെ മീനയ്ക്ക് ശോഭയേക്കാൾ പ്രായം കുറവാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. മധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മധു, പിന്നെ സുമനേക്കാൾ പ്രായ കൂടുതലുണ്ട്. മീനയ്ക്ക് ശോഭയേക്കാൾ പ്രായം കുറവാണ്. അപ്പം മീന ഇവിടെ വരും, ശോഭയേക്കാൾ പ്രായക്കുറവാണ്. റീനയ്ക്ക് മധുവിനേക്കാൾ പ്രായം കൂടുതൽ. റീനയ്ക്ക് കണ്ടോ, റീനയ്ക്ക് മധുവിനേക്കാൾ പ്രായം കൂടുതൽ, മീനേക്കാൾ പ്രായം കുറവാണ്. ഈ മീനെന്ന് പറഞ്ഞ ആൾ എവിടെ വരും? റീനേക്കാളും പ്രായം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ മീന ഇങ്ങോട്ട് വരും, മീന. അത് കഴിഞ്ഞിട്ട് ആര് വരും? നമ്മൾ ഈ പറഞ്ഞ എസ് എന്ന് പറഞ്ഞ ആൾ വരും, ശോഭ വരും. ഓക്കെ, ഏറ്റവും പ്രായം കുറഞ്ഞതാരാണ്? ഇത് നിൽക്കുന്ന സുമനായിരിക്കും ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ. ഓക്കെ, അടുത്തത് PQRS എന്നിങ്ങനെ 4 ആളുകൾ ഒരു പുസ്തകം വായിക്കുകയാണ്. RSന് തൊട്ട് മുന്നിലാണ് വായിക്കുന്നത്. PQRSന് തൊട്ട് മുന്നിലാണ് വായിക്കുന്നത്. അപ്പോൾ 6 മുന്നിൽ നിന്ന് വായിക്കുകയാണ്, എസ്സിന് തൊട്ട് മുന്നിലായിട്ട്. പിന്നെ Q Pക്ക് ശേഷവും Rന് മുൻപുമാണ്. Q എന്താണ്? Pക്ക് ശേഷം. Rന് മുമ്പിലാണ് Q. Rന് മുമ്പിലാണ് Pക്ക് ശേഷം. P ഇവിടെ വരും. അപ്പോൾ ആദ്യം പുസ്തകം വായിക്കുന്ന Pക്ക് ശേഷമാണ് Q വരുന്നത്, അതുകൊണ്ട് P ആദ്യം. സിമ്പിൾ. ഒരു റോഡിലൂടെ നടന്നു പോകുന്ന 5 ആളുകളിൽ A, D, Dക്ക് മുന്നിലും, 5 ആളുകളിൽ A, Dക്ക് മുന്നിൽ. അപ്പോൾ A ഇവിടെ, D ഇവിടെ. B, Eയുടെ പിന്നിലും, പിന്നെ Cക്കും Dക്കും ഇടയിൽ, Cക്കും Dക്കും Eക്കും ഇടയിലൂടെയാണ് നടക്കുന്നത്. എന്താണ്? Eയുടെ പിന്നിലും C, Dക്കും Eക്കും ഇടയിൽ. C എന്താണ്? Dക്കും Eക്കും ഇടയിൽ. പിന്നെ വേറെന്താ പറഞ്ഞേക്കുന്നത്? B, Eയുടെ പിന്നിലാണ്. B ഇവിടെ. മധ്യഭാഗത്തുള്ള ആരാണ്? മധ്യഭാഗത്തുള്ള C. സിമ്പിൾ. 5 കുട്ടികൾ ABCD എന്ന ഒരു ബെഞ്ചിലിരിക്കുന്നു. A Bയുടെ ഇടത്താണ്. A Bയുടെ ഇടത്താണ്. Cയുടെ വലത്താണ്. A Bയുടെ ഇടത്താണ്, Cയുടെ വലത്താണ്. D Bയുടെ വലത്ത്. D Bയുടെ വലത്തും എന്നാൽ Eയുടെ ഇടത്തുമാണ്. D Bയുടെ വലത്തും നമുക്ക് ചെക്ക് ചെയ്യണം. എന്താണ്? D Bയുടെ വലത്താണ് എന്നാൽ Eയുടെ ഇടത്താണ്. D Bയുടെ വലത്താണ് എന്നാൽ Eയുടെ ഇടത്താണ്. അങ്ങനെയാണെങ്കിൽ മധ്യത്തിലിരിക്കുന്നത് ആര്? ഇതിൻ്റെ ആൻസർ വരുന്നത് C ആയിരിക്കും, മധ്യത്തിൽ വരയ്ക്കുന്നത് കേട്ടോ. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ഡിക്ഷണറിയിൽ എത്രാമതായി വരുന്നതാണ്? നിർത്തുമ്പോൾ 1ാമതായി വരുന്ന വാക്ക് ഏതാണ്? ഡിക്ഷണറിയിൽ നിർത്തുമ്പോൾ 1ാമതായി വരുന്ന വാക്ക് നമ്മൾ നോക്കണം. ആദ്യത്തെ ലെറ്റർ നോക്കണം, എസ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ലെറ്റർ U, N. ഇത്ര എല്ലാവരുടെയും സെയിം. അടുത്തത് ആദ്യം ഏത് വരും? E വരും. E കഴിഞ്ഞ് പിന്നെയും ആദ്യത്തെ ലെറ്റർ വരണം, E വരുന്നുണ്ട് 2 ഓപ്ഷനിൽ. SUNEE. I വേണ്ട, E ആദ്യം വരും. പിന്നെ അടുത്തത് T ആണ് എല്ലാത്തിലും വരുന്നത്, കറക്റ്റാണ്. T വരെ കറക്റ്റായി. അടുത്തത് H ആണ്, I ആണ് ആദ്യം വരുന്നത്. H ആദ്യം വരും. H വന്നു. പിന്നെ അടുത്ത I ആദ്യം വരുമോ Y ആദ്യം വരുമോ? I ആദ്യം വരും. ഓക്കെ, അടുത്തത് 25
കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ അമൃത മുൻപിൽ നിന്ന് 8-മതും പ്രിയ പുറകിൽ നിന്ന് 6-മതുമാണെങ്കിൽ അവർക്കിടയിൽ എത്ര കുട്ടികളുണ്ട്? 25 കുട്ടികളുള്ള ക്ലാസ്സിൽ അമൃത മുൻപിൽ നിന്ന് 8-മതും, അമൃത മുൻപിൽ നിന്ന് 8-മതാണ്, പ്രിയ പുറകിൽ നിന്ന് 6-മതാണ്, പ്രിയ പുറകിൽ നിന്ന് 6-മാണ്. ഇവരുടെ ഇടയിൽ 6 പേര് 8 പേര്, 6 8 14. ബാക്കി എത്ര പേരുണ്ട്? 11 പേര് ഇവരുടെ ഇടയിൽ. അടുത്ത 42 പേർ പഠിക്കുന്ന ക്ലാസ്സിൽ കണക്ക് പരീക്ഷയിൽ ദിലീപിൻ്റെ സ്ഥാനം മുന്നിൽ നിന്ന് 18-മതാണെങ്കിൽ പിന്നിൽ നിന്ന് കണക്കാക്കിയാൽ എത്ര പേരായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞാൽ 42-ൽ നിന്ന് 18 കുറച്ചിട്ട് 1 കൂട്ടിയാൽ മതി. 42-ൽ നിന്ന് 18 കുറയ്ക്കുമ്പോൾ 24, 1 കൂട്ടുമ്പോൾ 25. സിമ്പിൾ. 40 കുട്ടികളുള്ള ക്ലാസ്സിൽ വിശ്വനാഥൻ്റെ റാങ്ക് മുന്നിൽ നിന്ന് 19-മതാണ്. അവസാനത്ത് നിന്ന് വിശ്വനാഥൻ്റെ റാങ്ക് എത്ര? മുന്നിൽ നിന്ന് 19, 40-ൽ നിന്ന് 19 കുറയ്ക്കുക, അപ്പോൾ 21 വരും. 1 കൂട്ടുക 22. എല്ലാവരും ഹാജരായ ദിവസം സ്കൂൾ അസംബ്ലിയിൽ രാജുവിൻ്റെ സ്ഥാനം മുൻപിൽ നിന്ന് 16, പുറകിൽ നിന്ന് 20-മതുമാണ്. എന്നാൽ രാജുവിൻ്റെ ക്ലാസ് എല്ലാവരും ഹാജരാകുമെന്ന് നമ്മൾ നോക്കേണ്ട കാര്യമല്ല. സ്കൂൾ അസംബ്ലിയിൽ രാജുവിൻ്റെ സ്ഥാനം മുൻപിൽ നിന്ന് 16, പുറകിൽ നിന്ന് 20-ആണ്. എന്നാൽ രാജുവിൻ്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? പുള്ളിയുടെ 2 സ്ഥാനങ്ങളും കൂടി കൂട്ടിയിട്ട് 1 കുറയ്ക്കുക. 16 20 കൂട്ടുമ്പോഴത്തേക്ക് 36, 1 കുറയ്ക്കുമ്പോൾ 35. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇച്ചിരി മുമ്പ് ചെയ്തതാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അടുത്തത് സമാന ബന്ധം. വളരെ സിമ്പിളാണ്. താപം കലോറി. താപത്തിൻ്റെ യൂണിറ്റാണ് കലോറി. ആവർത്തിയുടെ യൂണിറ്റ് ഹേർട്സ്. അടുത്തത് വാക്ക് നിഘണ്ടു. വാക്ക് എവിടെയാണ് കാണുന്നത്? നിഘണ്ടു. പുഷ്പം എവിടെയാണ് കാണുന്നത്? പൂന്തോട്ടത്തിൽ. സിമ്പിൾ. തടി ഫർണിച്ചർ. തടി കൊണ്ട് ഫർണിച്ചർ ഉണ്ടാക്കാം. സ്വർണം കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കാം. സിമ്പിൾ. ബുദ്ധമതം ആരാധനാലയത്തിന് പഗോഡയാണ്. യഹൂദമതത്തിൻ്റെ ആരാധനാലയമാണ് സിനഗോഗ്. കപ്പൽ ജലത്തിൽ കൂടി ഓടുന്നു. തീവണ്ടി എവിടെ കൂടി ഓടും? റെയിൽ പാളത്തിൽ കൂടി ഓടും. വിജ്ഞാനം ഉണ്ടാകണമെങ്കിൽ വായന വേണം. ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ വ്യായാമം വേണം. സിമ്പിൾ. കാണുമ്പോൾ തന്നെ നമുക്ക് ചെയ്തു പോകാം. വൃക്ക നെഫ്രോളജി. വൃക്കയെക്കുറിച്ച് പഠിക്കുന്നത് നെഫ്രോളജി. രക്തത്തിനെക്കുറിച്ച് പഠിക്കുന്നത് ഇതാണ് ഹെമറ്റോളജി. നാടകം സംവിധാനം ചെയ്യുന്നു. പത്രം എന്ത് ചെയ്യുന്നു? എഡിറ്റർ. നാടകത്തിന് ആരാണ് സംവിധാനം? അതുപോലെ തന്നെയാണ് പത്രത്തിൻ്റെ എഡിറ്റർ. നാടകത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് സംവിധായകനാണല്ലോ. പത്രത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് എഡിറ്ററാണ്. അങ്ങനെ ഓർത്താൽ മതി. കോളംസിനൊന്നും അവിടെ സ്ഥാനമില്ല. കോളംസിനും റിപ്പോർട്ടറിനൊന്നും സ്ഥാനമില്ല. അടുത്ത സമുദ്രം പസഫിക്. പസഫിക് ഒരു സമുദ്രമാണ്. അപ്പോൾ ഡാഷ് ഒരു ദ്വീപാണ്. ഗ്രീൻലാൻഡ്. സിമ്പിൾ. 4:64. 4ൻ്റെ ക്യൂബ് 64. 7ൻ്റെ ക്യൂബ് 343. 341. 21:3. 3 ഇൻറ്റു 7 21. അപ്പോൾ എന്ത് ഇൻറ്റു 7 574 എന്ന് നോക്കണം. 82 ഇൻറ്റു 7 574. ഓക്കെ. 12:145. 10 ഡാഷ്. 12ൻ്റെ വർഗ്ഗത്തോട് 1 കൂട്ടിയാൽ 145 ലഭിക്കും. 12ൻ്റെ സ്ക്വയർ എടുക്കുക 144 + 1. 10ൻ്റെ സ്ക്വയർ എടുക്കുക 100 + 1 101. അടുത്തത് HKUJ FISH FGH. തിരിച്ചു നോക്കാം. FGH IJK STU പിന്നെ HIJ. 1 വിട്ടിട്ട് എഴുതുക. നമുക്ക് ഇവിടെ 1 വിട്ട് എഴുതാം. എങ്ങനെ വരും? STU S വരും. പിന്നെ ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചേക്ക്. ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി വെക്കുക കേട്ടോ. ABCD എഴുതി വെക്കണം. ഞാനിത് പറഞ്ഞു പോവാണ്. TUV പിന്നെ ABC പിന്നെ BCD. ഓക്കെ. ഭരതനാട്യം തമിഴ്നാടിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപമാണ്. അപ്പോൾ ഏതാണ് കേരളത്തിൻ്റെ? മോഹിനിയാട്ടം. തമിഴ്നാടിൻ്റെ ഔദ്യോഗിക നൃത്തരൂപമാണ് ഭരതനാട്യം. അതുപോലെ കേരളത്തിൻ്റെ നൃത്തരൂപമാണ് മോഹിനിയാട്ടം. ഡെൻട്രോളജി വൃക്ഷങ്ങളെക്കുറിച്ചുള്ള പഠനം. അഗ്രസോളജി പുലികളെക്കുറിച്ചുള്ള പഠനം. 1x2 5. 1x2 5 അവർ പറയുന്നതാണ്. 2x1 4. 3x5 എത്ര? അപ്പോൾ അതെങ്ങനെയാണ്? 1x2 എന്ന് പറഞ്ഞാൽ 1 + 2x2 എന്നാണ് അവർ എഴുതിയേക്കുന്നത്. ആദ്യത്തത് പ്ലസ് രണ്ടാമത്തത് ഗുണം രണ്ടാമത്തത്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അടുത്തത്
ആദ്യത്തത് 2 × 1 4, ആദ്യത്തത് പ്ലസ് രണ്ടാമത്തത് ഗുണം 1 × 2 എന്ന് വരും. ഓക്കെ, അടുത്തത് 3 + 5 × 2. അതായത് എങ്ങനെയാണെന്നറിയാമോ? നോക്കി, 1 + 2 × 2, 2 + 1 × 2, 3 + 5 × 2. 3 + 5 × 2 എന്ന് പറഞ്ഞാൽ 5 × 2 10, 10 + 3 13. മാനസിക ശേഷി പരിശോധന കുറച്ച് കഠിനമാണ്. കുറച്ച് കഠിനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് പോകാം, സിമ്പിളായിട്ട് പ്രാക്ടീസ് വേണം. സമാന ബന്ധം കണ്ടെത്തുക. 3:72. 3 എങ്ങനെ 72ആയി? 3 എങ്ങനെ 72ആയി? എനിക്കും അറിയില്ല, നോക്കാം. 3ൻ്റെ ക്യൂബ് 27. 3ൻ്റെ ക്യൂബ് 27 തിരിച്ചെഴുതി. 3ൻ്റെ ക്യൂബ് 27 തിരിച്ചെഴുതി 72ആയി. 4ൻ്റെ ക്യൂബ് 64 തിരിച്ചെഴുതുമ്പോൾ 46 ആവും. 46. ഓക്കെ. ഇക്വലൻറ്റ് ഡാഷുമായി ബന്ധമില്ല, ഇക്വിറ്റിയായിട്ട് ബന്ധമില്ല. ഇക്വലൻറ്റ്, ഈക്വൽ ടെയിൽ ലെൻറ്റ്. തന്നിരിക്കുന്ന വാക്കിൽ അക്ഷരങ്ങളിൽ ഇക്വിറ്റി എന്ന വാക്ക് നിർമ്മിക്കാൻ സാധിക്കില്ല. അതായത് നമ്മുടെ ഇക്വലൻ്റ് വെച്ചിട്ട് ഇക്വിറ്റി എന്ന് പറഞ്ഞ വാക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കാര്യം ഇക്വലൻറ്റിൽ ടി ഉണ്ട്, യു ഉണ്ട്, ഐ ഉണ്ട്, പക്ഷേ വൈ ഇല്ല. ഓക്കെ, ഇക്വലൻറ്റിലെ വാക്കുകൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ബാക്കി എല്ലാ വാക്കുകളും അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ളിൽ ഒളിച്ചിരിപ്പുണ്ട്. ഈ വാക്കുകളെല്ലാം ഇക്വലൻറ്റിനുള്ളിൽ ഒളിച്ചിരിപ്പുണ്ട്. ഓക്കെ, ബന്ധം കണ്ടുപിടിക്കുക. കാർഡിയോളജി ഹൃദയം, കാർഡിയോളജി ഹൃദയത്തെക്കുറിച്ച്, നെഫ്രോളജി വൃക്കകളെക്കുറിച്ച്. ആദ്യത്തെ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ഉത്തരം കണ്ടെത്തുക. 35:64. 35 എന്ന് പറഞ്ഞാൽ 3 + 5 = 8. സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് സ്ക്വയർ എടുത്തു. 3 + 5 8, അതിൻ്റെ സ്ക്വയർ 64. 4 + 7 11, 11 സ്ക്വയർ 121. അടുത്ത ഒറ്റയനം കണ്ടെത്തുക. ഗോളം, ത്രികോണം, സമചതുരം, വൃത്തം. ഞാനിപ്പോൾ വരച്ച് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയനം കിട്ടും. ഗോളം, ത്രികോണം, സമചതുരം, പിന്നെന്തുവാ, വൃത്തം. ഗോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ഫുട്ബോളും ക്രിക്കറ്റ് ബോളും ഒക്കെ പോലെ സാധനമാണ് ഗോളം. ഗോളം മാത്രം 3D ആണ് കേട്ടോ, ബാക്കിയെല്ലാം 2 ഡൈമെൻഷണൽ, ഒരു പേപ്പറിൽ വരയ്ക്കാവുന്ന സാധനങ്ങളാണ് ത്രികോണവും സമചതുരവും വൃത്തമൊക്കെ. ഇപ്പോൾ ഗോളം വരും. അലമാര, മേശ, കസേര, പുസ്തകം, ഇതെല്ലാം ഫർണിച്ചേഴ്സാണ്. പുസ്തകം ഫർണിച്ചറല്ല. പുസ്തകം ഫർണിച്ചറായിട്ട് ഒരു സ്ഥലത്തും വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഏഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, യൂറോപ്പ്. എന്താണ് ഏഷ്യ? വൻകര. ഓസ്ട്രേലിയ വൻകര. യൂറോപ്പ് വൻകര. ന്യൂസിലൻഡ് രാജ്യം. കൊണാർക്ക്, ചെങ്കോട്ട, ഖജുരാഹോ, ദിൽവാര. ചെങ്കോട്ട മാത്രം ഒരു ബിൽഡിങ്ങാണ്, പക്ഷേ ഒരു ഫോർട്ടാണ്. പക്ഷേ ബാക്കിയെല്ലാം എന്താണ്? കൊണാർക്ക്, ഖജുരാഹോ, ദിൽവാര ക്ഷേത്രങ്ങളാണ്. വയലിൻ, ഗിത്താർ, സിത്താർ, പിയാനോ. വയലിൻ മറ്റേ കമ്പിയുണ്ട്, ഗിത്താറിൽ കമ്പിയുണ്ട്, സിത്താറിൽ കമ്പിയുണ്ട്, പിയാനോയിൽ കമ്പിയില്ല, മറ്റേ ഞെക്കുന്ന സാധനമാണ് പിയാനോ കേട്ടോ. അറിയാമല്ലോ പിയാനോ. അടുത്തത് ഗാന്ധിജി, ബുദ്ധൻ, മഹാവീരൻ, ഗുരുനാനാക്ക്. ഗാന്ധിജി. ബാക്കിയുള്ളവരെല്ലാം ഒരു മതത്തിൻ്റെ സ്ഥാപകരാണ്. ബുദ്ധനും ഗുരുനാനാക്കും മഹാവീരനൊക്കെ. അപ്പോൾ അടുത്തത് 3:8, 6:35, 7:50, 9:80. അപ്പോൾ 7:50 എന്ന് പറയുന്ന കാര്യം. ബാക്കിയെല്ലാം ആദ്യ സംഖ്യയുടെ വർഗ്ഗത്തിൽ നിന്നും 1 കുറച്ച് എഴുതുക. നോക്കി, 3 സ്ക്വയർ -1 8, 6 സ്ക്വയർ 36 -1 35, 7 സ്ക്വയർ -1 സ്ക്വയർ +1 ആണ് വരുന്നത് കേട്ടോ, തെറ്റാണത്. 9 സ്ക്വയർ -1 81 -1 80. ഇത് മാത്രമാണ് +1 വരുന്നത്. 7 സ്ക്വയർ +1 വരുന്നത്. സ്വർണം, വെള്ളി, ഓട്, സിങ്ക്. ഓടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ലോഹങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. സ്വർണം, വെള്ളി, സിങ്കൊക്കെ ഓരോ ലോഹങ്ങളാണ്. യെൻ, യൂറോ, പൗണ്ട്, ഓൺസ്. ഔൺസ് ഒഴികെയെല്ലാം കറൻസികളാണ്. 43, 53, 63, 73. 63 മാത്രമേ ഉള്ളൂ എന്ത്? ഭാജ്യസംഖ്യ. ബാക്കിയെല്ലാം അഭാജ്യസംഖ്യ. 100 വരെയുള്ള അഭാജ്യസംഖ്യകൾ പഠിക്കാതെ എക്സാമിന് പോകരുത് കേട്ടോ. നിങ്ങളുടെ റിസ്കിൽ മാത്രം പോവുക. 100 വരെയുള്ള അഭാജ്യസംഖ്യകൾ പഠിക്കണം. അടുത്തത് DCBA, MNOP, HGAB,
FELKJI. MNOP മാത്രമാണ് നേരെ എഴുതിയിട്ടുള്ളത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ. ആണ് ആൻസർ. ബാംഗ്ലൂർ, ഭോപ്പാൽ, പൂനെ, മുംബൈ. പൂനെ തലസ്ഥാനമല്ല, ബാക്കിയെല്ലാം തലസ്ഥാനങ്ങളാണ് സംസ്ഥാനത്തിൻ്റെ. 27, 125, 13, 21, 729. ബാക്കിയെല്ലാം ക്യൂബുകളാണ്. 3ൻ്റെ ക്യൂബ് 27, 5ൻ്റെ ക്യൂബ് 125, പിന്നെ 729. 729 ക്യൂബ് സംഖ്യയാണ്. 99, 89 9ൻ്റെ ക്യൂബാണ്. 13, 21 ഒന്നിൻ്റെയും ക്യൂബല്ല. അടുത്ത ചൊവ്വ, ചന്ദ്രൻ, ഭൂമി, ശനി. ചന്ദ്രൻ എന്താ? ചന്ദ്രൻ ഒരു ഉപഗ്രഹമാണ്, ബാക്കിയെല്ലാം ഗ്രഹങ്ങളാണ്. 4 - 7, 7 - 16, 17 - 36, 16 - 34. ഓക്കെ, 16 മൈനസ് അല്ല, 16 34 ഒരു പെയറാണ് കേട്ടോ. 4 7, 7 16, 17 36, 16 34. ഇതിൽ 4 7 എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? ബാക്കിയുള്ള എല്ലാം ആദ്യ സംഖ്യയുടെ ഇരട്ടിയോട് 2 കൂട്ടി വേണം. 17ൻ്റെ ഇരട്ടി 7ൻ്റെ ഇരട്ടി 14 + 2 16, 17ൻ്റെ ഇരട്ടി 34 + 2 36, 16ൻ്റെ ഇരട്ടി 32 + 2 34. 4 7 എന്നുള്ളതാണ് ഉത്തരം വരുന്നത്. ആന, നായ, കുതിര, ഒട്ടകം. നായ മാത്രമേ മാംസം കഴിക്കുള്ളൂ, ബാക്കിയൊന്നും മാംസം കഴിക്കത്തില്ല. ആനയും കുതിര ഒട്ടകം കഴിക്കില്ല. സമചതുരം, ദീർഘചതുരം, ത്രികോണം, ക്യൂബ്. ഇതിൽ ക്യൂബ് ഒരു 3D ഫിഗറാണ്, 3 ഡയമെൻഷനാണ്. പേപ്പറിൽ വരയ്ക്കാൻ പറ്റും, പക്ഷേ പേപ്പറിൽ ക്യൂബ് നിൽക്കത്തില്ല. ബാക്കിയെല്ലാം പേപ്പറിൽ നിൽക്കുന്ന സാധനങ്ങളാണ്. 3D ആണ് ക്യൂബ് കേട്ടോ. മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി. ഹിന്ദിക്ക് ക്ലാസിക്കൽ പദവിയില്ല. ഇത് PSC ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ ഉദ്ദേശിക്കണമെന്നുള്ള ഒരു മനോഹരമായ സംഗതി ഇതിനകത്തുണ്ട് കേട്ടോ. അത് നമുക്ക് സാധിച്ചാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം, ഇല്ലെങ്കിൽ PSC സ്കോർ ചെയ്യും. ഇത്രയേ ഉള്ളൂ. സന്തോഷം, വേഗത, വാത്സല്യം, ദുഃഖം. സന്തോഷം വികാരം, വാത്സല്യം വികാരം, ദുഃഖം വികാരം, വേഗത വികാരമൊന്നുമില്ല. മലയാളം, സംസ്കൃതം, ലാറ്റിൻ, ഹിന്ദി. ലാറ്റിൻ ഇന്ത്യൻ ഭാഷയല്ല. 81 സ്ക്വയറാണ്, 144 സ്ക്വയറാണ്, 225 സ്ക്വയറാണ്, 165 ഒരു സ്ക്വയറും അല്ല. ഓക്കെ. അടുത്തത് നോവൽ, സാഹിത്യം, നാടകം, കഥ. സാഹിത്യം എന്താണ്? കഥയും നാടകവും നോവലൊക്കെ സാഹിത്യത്തിൻ്റെ പല രൂപങ്ങളാണ്. സാഹിത്യത്തിൻ്റെ രൂപമല്ല. ഓക്കെ. ഡിസമിനേഷൻ എന്ന വാക്കിൻ്റെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ഏത് വാക്കാണ് ഉണ്ടാക്കാൻ കഴിയാത്തത്? ആക്ഷൻ ഡിസമിനേഷൻ്റെ വാക്കുകൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം. C എന്ന് പറഞ്ഞ ലെറ്റർ ഇതിനകത്തില്ല. ഒറ്റയാണ് തിരഞ്ഞെടുക്കുക. ലേക്ക്, പോണ്ട്, പൂൾ, ബ്രൂക്ക്. ഇതിൽ ബ്രൂക്ക് എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന ജലമാണ് കേട്ടോ. ബാക്കിയെല്ലാം നിശ്ചലമായ ജലമാണ്. ഒറ്റയാനെ കണ്ടെത്തുക. നെഫ്രോളജി, മൈക്കോളജി, ആസ്ട്രോളജി, പാത്തോളജി. ആസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ഒരു സ്യൂഡോ സയൻസാണ്. ആസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യമാണ്. ജ്യോത്സ്യം യഥാർത്ഥ സയൻസ് അല്ല. സംതിങ് റിലേറ്റഡ് ടു സൂപ്പർ നാച്ചുറൽ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. സൂപ്പർ നാച്ചുറൽ പോലെയുള്ള സയൻസാണ്, അതല്ലാതെ റിയൽ സയൻസ് അല്ല ആസ്ട്രോളജി കേട്ടോ. ജ്യോതിശാസ്ത്രമാണത്. അടുത്തത് പച്ച, മഞ്ഞ, നീല, ചുവപ്പ്. പച്ച, നീല, ചുവപ്പ് പ്രാഥമിക വർണ്ണങ്ങളാണ്, മഞ്ഞ പ്രാഥമിക വർണ്ണമല്ല. അടുത്ത ഇംഗ്ലീഷ് നിഘണ്ടുവിൻ്റെ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ മൂന്നാമതേ വരുന്ന വാക്ക്. ആദ്യം വരുന്നത് STER, ഇതാദ്യം വരും, ഒന്നാമത് വരും. ഇതൊന്നാമത് സ്റ്റാമർ ആദ്യം വരും, രണ്ടാമത് സ്റ്റിയർ വരും, പിന്നെ മൂന്നാമത് സ്റ്റെം വരും, സ്റ്റെൻസിൽ നാലാമത് വരും. എഴുതി നോക്കിയാൽ മതി. ഒറ്റയാനെ കണ്ടെത്തുക. 495, 253, 473, 672. 495 എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കുറച്ച് കുനിഷ്ഠ ചോദ്യമാണ്. ആദ്യത്തെ ലെറ്ററും അവസാനത്തെ ലെറ്ററും കൂടി കൂട്ടി നോക്കുക. 4ഉം 5ഉം കൂടി കൂട്ടുമ്പോഴത്തേക്ക് 9 വരും. 2ഉം 3ഉം കൂടി കൂട്ടുമ്പോൾ 5 വരും. 4ഉം 3ഉം കൂടി കൂട്ടുമ്പോഴത്തേക്ക് 7 വരും. നടുക്കുള്ള ലെറ്റർ കിട്ടും. ഓക്കെ. പക്ഷേ 6ഉം 2ഉം കൂടി കൂട്ടുമ്പോൾ അതിൻ്റെ നടുക്കുള്ള ലെറ്റർ കിട്ടത്തില്ല, 7 കിട്ടത്തില്ല. ഓക്കെ. ഇത് കിട്ടാത്ത ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ പൗസ് ചെയ്ത് ഒന്നുകൂടെ കേട്ട് നോക്കുക കേട്ടോ, അപ്പോൾ കിട്ടും. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന പദം ഏതാണ്? ചെമ്പ്, അൽനിക്കോ. അൽനിക്കോ എന്ന് പറഞ്ഞാൽ ലോഹസങ്കരമാണ് കേട്ടോ, അലോയി ആണ്. ബാക്കിയെല്ലാം ലോഹങ്ങളാണ്, നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു. ഒറ്റയാനെ കണ്ടെത്തുക. 589 ഒറ്റയാനാണ്. എന്തുകൊണ്ടാണ് ഒറ്റയാനായത്? ബാക്കിയെല്ലാം സ്ക്വയറുകളാണ്, ഓരോ സംഖ്യകളുടെ സ്ക്വയറുകളാണ്. 589 ഒന്നിൻ്റെ സ്ക്വയറല്ല.
ഡാഷ് എന്ന വാക്ക് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് സൃഷ്ടിക്കാനാവില്ല. ക്യാൻസൽ ഇൻ്റലിജൻസിൽ നിന്ന് സൃഷ്ടിക്കാനാവില്ല. കാര്യം 2 C ഇല്ല നമ്മുടെ ഇൻ്റലിജൻസിനകത്ത്. പിന്നെ ഉണ്ട് സമ്മതിച്ച്. 2 C അങ്ങനെ നോക്കിയില്ലെങ്കിലും A ഇല്ല ഇൻ്റലിജൻസിനകത്ത്. ക്യാൻസലിൻ്റെ A ഇല്ല. എക്സാമിനേഷൻ ഡാഷുമായി ബന്ധമില്ല. എക്സാമിനേഷൻ ആക്ഷനുമായിട്ട് ബന്ധമില്ല. കാര്യം എന്തോ എക്സാമിനേഷൻ ഉപയോഗിച്ചിട്ട് ആക്ഷൻ എന്ന് പറഞ്ഞ വാക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു എക്സാമിനേഷൻ C ഇല്ല. വ്യത്യസ്ത നാരാണെന്ന് ചോദിച്ചേക്കുന്നത് ടെർലിനാണ്. ടെർലിൻ ഒരു കൃത്രിമ നാരാണ്. ബാക്കിയെല്ലാം പ്രകൃതിയിലുള്ള നാരുകളാണ്. പരുത്തിയും കമ്പിളിയും പട്ടൊക്കെ. പിന്നെ ബാറ്ററി, വ്യത്യസ്തമായിട്ടുള്ള ബാറ്ററി, ചാർജ് സംഭരിച്ചു വെക്കുന്ന ഉപകരണമാണ് ബാറ്ററി. ബാക്കിയെല്ലാം ഓരോ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്. ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളാണ് ബാക്കിയെല്ലാം. അടുത്തത് വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അനൂപിൻ്റെ വയസ്സ് അനീഷിൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടിയാണ്. 12 വർഷം കഴിഞ്ഞാൽ അനൂപിൻ്റെ വയസ്സ് അനീഷിൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാണ്. ഇപ്പോൾ അനീഷിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഇപ്പോൾ അനൂപിൻ്റെ വയസ്സ് അനീഷിൻ്റെ വയസ്സിൻ്റെ X ഇരട്ടിയും N വർഷം കഴിഞ്ഞാൽ Y ഇരട്ടിയും ആണെങ്കിൽ ഇപ്പോൾ അനീഷിൻ്റെ വയസ്സിനുള്ള ഇക്വേഷനാണ് N × Y - 1/X - Y. ഓക്കെ, അത് ഇപ്പോൾ അനൂപിൻ്റെ വയസ്സ് അനീഷിൻ്റെ വയസ്സിൻ്റെ X ഇരട്ടിയാണ്. N വർഷം, എത്ര വർഷം കഴിഞ്ഞാൽ Y ഇരട്ടിയാവും. എന്നിട്ട് നമ്മൾ എക്സും വൈയും ഇട്ട് കൊടുക്കുക. എക്സിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ X എന്ന് പറഞ്ഞാൽ X ഇരട്ടി 3 ഇരട്ടിയായിരുന്നു. Y എന്ന് പറഞ്ഞാൽ 2 ഇരട്ടി. ഓക്കെ, N എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര വർഷം കഴിഞ്ഞാലും 1 വർഷം. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ 12 കിട്ടും ഇക്വേഷൻ. കേട്ടോ, ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. അവിടെ 4 വർഷം മുമ്പ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 11 ഇരട്ടിയാണ്. ഇപ്പോൾ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 9 ഇരട്ടിയാണ്. ഓക്കെ, അങ്ങനെ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷനിലിട്ട് കൊടുത്താൽ മതി. നമുക്കത് അതിൻ്റെ ഉത്തരം കിട്ടും. 20 കിട്ടും. അപ്പോൾ 5 വർഷത്തിന് മുമ്പ് അമ്മയുടെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 7 ഇരട്ടിയായിരുന്നു. 5 വർഷത്തിന് ശേഷം അമ്മയുടെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടിയാവും. അപ്പോൾ ഇതും ആ ഒരു ഇക്വേഷൻ N × Y - 1/X - Y ഇടുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. കേട്ടോ, അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു പോകുന്നില്ല, നിങ്ങൾക്കത് ചെയ്ത് നോക്കാം. അപ്പുവിൻ്റെയും അമ്മുവിൻ്റെയും വയസ്സുകൾ 1:2 എന്ന അംശബന്ധത്തിലാണ്. 15 വർഷം കഴിയുമ്പോൾ അംശബന്ധം 2:3 ആവും. അപ്പോൾ അമ്മുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? 1:2 എന്നുള്ള അംശബന്ധത്തിലാണ്. അപ്പം 15 വർഷം കഴിയുമ്പോഴത്തേക്ക് എത്രയാവും? 2:3 എന്നുള്ള അംശബന്ധത്തിലാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യാം നമുക്ക്. അതായത് അപ്പുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് X ആയിട്ട് എടുക്കണം. പിന്നെ അപ്പോൾ അമ്മുവിൻ്റെ വയസ്സ് 2X ആവും. 15 വർഷം കഴിയുമ്പോൾ അപ്പുവിൻ്റെ വയസ്സ് 2X, അമ്മുവിൻ്റെ വയസ്സ് 3X. ഓക്കെ, അപ്പോൾ X + 15, 15 വർഷം കഴിയുമ്പോൾ X + 15, മറ്റേതിൻ്റെ 15 വർഷം കഴിയുമ്പോഴത്തേക്ക് അമ്മുവിൻ്റെ 2X + 15 ആവും. അതെന്ന് പറഞ്ഞാൽ പുതിയ റേഷ്യോ ആയിട്ട് മാറും, 2:3. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഉത്തരം X 15 എന്ന് വരും. അമ്മുവിൻ്റെ വയസ്സ് 2X ആയിരിക്കും. കാര്യം നമ്മൾ അമ്മുവിൻ്റെ 2X എന്നാണ് എടുത്തത്. അപ്പോൾ അതെന്ത് വരും? 30 എന്ന് വരും. ചെയ്ത് നോക്കുക നിങ്ങൾ. കേട്ടോ, അമ്മയുടെയും മകളുടെയും വയസ്സുകൾ 4:1 എന്ന അംശബന്ധത്തിലാണ്. അവരുടെ വയസ്സുകളുടെ ഗുണനഫലം 196 ആയാൽ 5 വർഷത്തിന് ശേഷം അവരുടെ വയസ്സുകൾ ഏത് അംശബന്ധത്തിലായിരിക്കും? അമ്മയുടെയും മകളുടെയും വയസ്സുകൾ 4:1 എന്ന അംശബന്ധത്തിലാണ്. അവരുടെ വയസ്സുകളുടെ ഗുണനഫലം 196 ആണ്. നമുക്ക് 4x 1x ഗുണനഫലം എന്ന് പറഞ്ഞാൽ 4x × 1x. 4x × 1x. അപ്പോൾ 4x × 1x 4x² എന്ന് വരും. 4x² 196. അപ്പോൾ x² നമുക്ക് എത്ര കിട്ടും? 4 46 എന്ന് കിട്ടും. 46 49 എന്ന് കിട്ടും. അപ്പോൾ x നമുക്ക് 7 എന്ന് കിട്ടും. x 7 എന്ന് കിട്ടുവാണെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? 5 വർഷത്തിന് ശേഷം അവരുടെ വയസ്സുകൾ ഏത് അംശബന്ധത്തിലായിരിക്കും? 5 വർഷത്തിന് ശേഷം അമ്മയുടെ വയസ്സ് 4x ആയിരുന്നു. അതിൻ്റെ കൂടെ 5 കൂടും. അപ്പോഴത്തേക്ക് എത്ര വരും? 33 വരും. മകളുടെ വയസ്സ് x + 5 12. ഓക്കെ, രണ്ടുപേരുടെ വയസ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ അംശബന്ധം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 33:12 എന്ന് വരും. അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം. ഇത് നമ്മളുടെ ഡിക്ഷണറിയാണ്. ഡിക്ഷണറി കണക്ക് നമ്മൾ ചെയ്തതാണ്. ഓക്കെ,
ഡിക്ഷണറിയുടെ രീതി ഒരു എക്സാമ്പിൾ കൊടുക്കാനാണ് നമ്മൾ ഇതിനകത്ത് ആദ്യം വരുന്നത് ഏതാണ്? AEGROTAT ആദ്യം വരും. പിന്നെ 2 AENEAS വരും. നമ്മൾ ആദ്യത്തെ ലെറ്റർ നോക്കണം. ഓരോ ലെറ്റർ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് പോകണം. AEG, G കഴിഞ്ഞാണ് N വരുന്നത്. ഓക്കെ, അടുത്തത് G AEN കഴിഞ്ഞ് O വരും. ഓക്കെ, 3. പിന്നെ OPQR വരും, 4. OPQR പിന്നെ അത്ര വന്ന AR വന്നു കഴിഞ്ഞിട്ട് ഇവിടെ A ആണ്, O വരുന്നത് വരും. ഓക്കെ, O വരുന്നതിൽ B വരുന്നത് ആദ്യം വരും, പിന്നെ ഫോബിയ വരും. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മൾ പിന്നെ നോക്കണ്ട. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. ബ്ലോക്ക് പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ, ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് ആദ്യം വരും, പിന്നെ വരുന്നത് ബ്ലോക്ക് പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞിട്ടുള്ള ഇതാണ് ബ്ലോക്ക് പഞ്ചായത്ത്. അത് കഴിഞ്ഞിട്ട് നഗരസഭ, കോർപ്പറേഷൻ. ലെഫ്റ്റനൻ്റ് എന്ന വാക്കിൻ്റെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതാൻ പറ്റാത്തത് നിങ്ങൾ നോക്കിയാൽ മതി. LIAR എഴുതാൻ പറ്റത്തില്ല. കാര്യം 6 എന്ന് പറഞ്ഞാൽ 6 ഇതിനകത്തില്ല, ലെഫ്റ്റനൻ്റിനകത്തില്ല. ബാക്കിയെല്ലാം എഴുതാൻ പറ്റും. നിങ്ങളൊന്ന് പൗസ് ചെയ്ത് നോക്കുക. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ എഴുതിയാൽ താഴെ പറഞ്ഞാൽ ഏതാണ് രണ്ടാമത് വരുന്നത്? ക്യാരറ്റാണ് രണ്ടാമത് വരുന്നത്. ആദ്യം വരുന്നത് ഏതാണ്? കാറ് വരും, പിന്നെ ക്യാരറ്റ് വരും, പിന്നെ ക്യാരി വരും, പിന്നെ കാർട്ട് വരും. തരംതിരിക്കൽ: ഇരുമ്പ്, ചെമ്പ്, വെങ്കലം, അലുമിനിയം. ഇതാണ് സ്മൂത്തായിട്ട് പോകണം. വെങ്കലം ലോഹസങ്കരമാണ്. 35, 47. 47 അഭാജ്യ സംഖ്യയാണ്. ഞാൻ പറഞ്ഞില്ലേ 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ പഠിക്കണം. ഗോളം, വൃത്തം. ഗോളം എന്ന് പറഞ്ഞാൽ 3D ആണ്. വൃത്തമല്ല, ഗോളം എന്ന് പറഞ്ഞാൽ 3D ആണ്. BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിച്ചുള്ളതാണ്. ബാക്കിയൊന്നും അടുപ്പിച്ചുള്ളതല്ല. MNO ഒരെണ്ണം ഉണ്ട് ഇടയ്ക്ക്. WXY, QRS. കണ്ണുകൾ, ചെവികൾ, കാലുകൾ, വിരലുകൾ. വിരലുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവി 2 ഉള്ളൂ, കണ്ണ് 2 ഉള്ളൂ, കാലുകൾ 2 ഉള്ളൂ. പക്ഷെ വിരലുകൾ കൂടുതലുണ്ട്. 81, 149, 121, 625. ബാക്കിയെല്ലാം പൂർണ്ണവർഗ്ഗങ്ങളാണ്. 149 ഒഴികെയുള്ളല്ല. 9ൻ്റെ സ്ക്വയർ, 11ൻ്റെ സ്ക്വയർ, 25ൻ്റെ സ്ക്വയർ, 149. 80, 96, 78, 64. ഇതിൽ 64 മാത്രമേ ഉള്ളൂ ഒരു പൂർണ്ണ 78 വരുന്നത് കേട്ടോ. 78 വരുന്നത് എന്തുകൊണ്ടാണ് വരുന്നത്? 8ൻ്റെ ഗുണിതമല്ലാത്തത് 78 മാത്രമേ ഉള്ളൂ. അതൊക്കെ മാറി വരാൻ കേട്ടോ. നമ്മൾ ഏതെടുത്തുന്നോ അതനുസരിച്ച് മാറി വരാം. വെണ്ടയ്ക്ക, ആപ്പിൾ. വെണ്ടയ്ക്ക മാത്രമാണ് പച്ചക്കറി. ജീവകം B, ADEK കൊഴുപ്പിൽ ലയിക്കുന്നു. B വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിനാണ്. 378 ഒറ്റസംഖ്യ അല്ല, ഇരട്ടസംഖ്യ. ബാക്കിയെല്ലാം ഒറ്റസംഖ്യ. 2, 3, 4, 5. 4 ഭാജ്യസംഖ്യ, ബാക്കിയെല്ലാം അഭാജ്യസംഖ്യകളാണ്. 64, 8, 27, 25. 25 സ്ക്വയറാണ്, ബാക്കിയൊന്നും സ്ക്വയറല്ല. WUS, ZSV, NLJ, TSR. ബാക്കിയെല്ലാം ഇംഗ്ലീഷ് അക്ഷരമാലയിൽ 1 വിട്ട് പുറകോട്ട് എഴുതുന്ന ശ്രേണിയിലുള്ളവയാണ്. 1 വിട്ട് പുറകോട്ട് എന്തെങ്ങനെ? SUW, STUEW ഉണ്ടോ? S കഴിഞ്ഞ് T, UVW. ഇതിൽ നമ്മൾ എസും യുവും ഡബ്ല്യുവും മാത്രം എഴുതുന്നു. ഓക്കെ. V കഴിഞ്ഞ് VWX, YZ, JKLMN. പക്ഷെ ഇതങ്ങനെ വരത്തില്ല. TRS തൊട്ടടുത്താകണ്ടോ? ST. അടുപ്പിച്ചുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കിയാലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. നമ്മുടെ മാനസിക ശേഷി എന്ന് പറഞ്ഞാൽ ഫുൾ ടോപ്പിക് കവറായിട്ടുണ്ട്. അതിന് ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഇത് റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. 1 വട്ടം കണ്ടാലും വാങ്ങിക്കാം, 2 വട്ടമൊക്കെ കണ്ടു നോക്കുക. അപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. കൂടുതൽ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.